ഭാരതാംബ വിവാദത്തിൽ ഇടതുമുന്നണിയിൽ അപസ്വരങ്ങൾ. CPI പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് വിളിച്ചതിനെ എതിർത്ത് CPM. വിശാലമായ അർത്ഥത്തിൽ ഭാരത് മാതാ സങ്കല്പത്തെ അംഗീകരിക്കുന്നുവെന്ന് ബിനോയ് വിശ്വം. ഭരണഘടനാ സങ്കല്പമല്ലാത്ത ഭാരത് മാതായെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് MV ഗോവിന്ദൻ. ഭാരത് മാതാ കി ജയ് വിളിയും ഭാരതാംബയുമെല്ലാം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം തുടക്കമിട്ടത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറാണ്. പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാനും തിരിതെളിയിച്ച് പുഷ്പാർച്ചന നടത്താനും രാജ്ഭവൻ കൃഷി വകുപ്പിനെ അറിയിച്ചത് മുതൽക്കാണ് വിവാദം. സർക്കാർ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ കഴിയില്ലെന്ന് മറുപടി നൽകിയ കൃഷി വകുപ്പ് രാജ്ഭവനിലെ പരിപാടി റദ്ദു ചെയ്ത് സെക്രട്ടേറിയറ്റിൽ പരിപാടി നടത്താൻ തീരുമാനിച്ചു. രാജ്ഭവനിലെ പരിപാടി കൃഷിവകുപ്പ് റദ്ദാക്കിയതിനെ പിന്തുണച്ച് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയിരുന്നു. ഗവർണറുടെ അറിയിപ്പിനെ തള്ളിക്കളഞ്ഞ കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദിന്റെ നടപടിയെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചർച്ചയാക്കിയിരുന്നു. ഗവർണർ അർലേക്കർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നുണ്ടായത്. എന്നാൽ ഭാരത് മാതാ വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തൃശൂരിൽ CPI നടത്തിയ പരിപാടിയിൽ ഭാരത് മാതാ കി ജയ് വിളി ഉയർന്നത് വിവാദമായി. വിശാലമായ അർത്ഥത്തിൽ ഭാരത് മാതാ സങ്കല്പത്തെ CPI അംഗീകരിക്കുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സൂചിപ്പിച്ചത് CPMന്റെ എതിർപ്പിന് ഇടയാക്കി. ഭാരത് മാതാ സങ്കല്പം RSSന്റേതാണെന്നും ഭരണഘടനാ സങ്കല്പമല്ലാത്ത അത്തരമൊരു കാര്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിക്കുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഭാരത് മാതാ സങ്കല്പം മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഫാസിസമാണെന്നും MV ഗോവിന്ദൻ ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു. ഭാരതാംബയുടെ ചിത്രവും അതിനു മുന്നിലെ ചടങ്ങും ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന ഗവർണറുടെ നിലപാടിനെതിരെ CPI നടത്തിയ പ്രതിഷേധത്തിലാണ് പാർട്ടി പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം മുഴക്കിയത്. CPI ത്രിവർണ പതാക ഉയർത്തിയും മരം നട്ടും തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പരസ്യ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ ഭാരതാംബ സങ്കല്പത്തെ അംഗീകരിക്കും വിധം ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ഉയർന്നത് ഇടതുമുന്നണിയിൽ അസ്വാരസ്യങ്ങൾക്കിടയാക്കി. ഇതിനു പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ച CPI സംസ്ഥാന സെക്രട്ടറി ഭാരത് മാതാ എന്ന നെഹ്റുവിയൻ സങ്കല്പം അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു. സിംഹത്തിന്റെ പുറത്തേറി കാവിക്കൊടി പിടിക്കുന്ന രൂപമായ ഭാരതാംബയെ അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങളാണെന്ന നെഹ്റുവിന്റെ ആശയം അംഗീകരിക്കുന്നുവെന്ന സൂചനയും ബിനോയ് വിശ്വം നൽകിയിരുന്നു. ഭാരതാംബയെ ദേശീയ പതാകയേക്കാൾ വലുതായി ഗവർണർ ചിത്രീകരിക്കുകയാണ്. സംഘപരിവാറുകാരന് അത് ചെയ്യാം. എന്നാൽ ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ഗവർണർ ബഹുമാനിക്കേണ്ടത് ഭരണഘടനയെയാണ് എന്ന നിലപാടാണ് CPI സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചത്. ഗവർണർ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് ഭാരതാംബ എന്ന സങ്കല്പത്തെ ഉയർത്തി കാണിച്ചതിനെ എതിർക്കുന്നുവെന്നും എന്നാൽ ഭാരത് മാതാ എന്ന സങ്കല്പത്തോട് വിശാലമായ അർത്ഥത്തിൽ വിയോജിപ്പില്ലെന്നുമായിരുന്നു ബിനോയ് വിശ്വം സൂചിപ്പിച്ചത്. ഇതിനെതിരെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുന്നത്. ഭാരതാംബ വിവാദം ചർച്ചയാകുമ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയും സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ് എന്നീ മുദ്രാവാക്യങ്ങൾ ആദ്യം ഉയർത്തിയത് ഒരു മുസ്ലിം ആണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയാണ് പുതിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. 2024 മലപ്പുറത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ റാലിയിലാണ് പിണറായി വിജയൻ ഈ അവകാശവാദം ഉന്നയിച്ചത്. ചില പരിപാടികളിൽ സംഘപരിവാർ നേതാക്കൾ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാറുണ്ട്. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ആദ്യം വിളിച്ചത് ആരാണ്? അദ്ദേഹം ഒരു സംഘപരിവാർ നേതാവായിരുന്നു. ഇത് സംഘപരിവാറിന് അറിയുമോ ഇല്ലയോ എന്നറിയില്ല. അസിമുള്ള ഖാൻ എന്നായിരുന്നു ആ വ്യക്തിയുടെ പേര്. ഭാരത് മാതാ കി ജയ് പോലെ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും ഒരു മുസ്ലിം നൽകിയതാണെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടിരുന്നു. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം വിളിച്ചത് ആബിദ് ഹസൻ ആണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സംഘപരിവാറും ഈ ചരിത്രം മനസ്സിലാക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ദേശീയ തലത്തിൽ പോലും BJP വൻ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇത് ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസ്താവനയെന്നാണ് BJP വിശേഷിപ്പിച്ചത്. ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് ഒരു ഇന്ത്യക്കാരനാണ്, ഒരു ഹിന്ദുവോ മുസ്ലിമോ അല്ലെന്ന് BJP രാജ്യസഭാ MP സുധാൻഷു ത്രിവേദി പ്രതികരിച്ചതെല്ലാം ചൂടൻ ചർച്ചയുടെ ഭാഗമായിട്ടായിരുന്നു. ഇപ്പോഴത്തെ വിവാദത്തിൽ CPIയും CPMും വ്യത്യസ്ത അഭിപ്രായത്തിലേക്ക് വന്നെങ്കിലും ഗവർണർ രാജേന്ദ്ര അർലേക്കറെ തിരിച്ചു വിളിക്കണമെന്ന CPIയുടെ ആവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യകണ്ഠേന ഉയർത്തുന്നുണ്ട്.
ഗവർണർ രാജേന്ദ്ര അർലേക്കറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് CPIയുടെ രാജ്യസഭാ MP സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് പരാതി നൽകുകയും ചെയ്തു.